ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 143 മുതൽ 150 വരെയുള്ള ഖണ്ഡികകളാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. 143 മുതൽ 147 വരെയുള്ള ഭാഗങ്ങളിൽ, ഖണ്ഡികകളിൽ ഈശോ സഭാ സമൂഹത്തിലെ പ്രതിധ്വനികൾ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ളതും, 148 മുതൽ 150 വരെയുള്ള ഖണ്ഡികകളിൽ ആന്തരിക ജീവിതത്തിൻ്റെ സമൃദ്ധമായ പ്രവാഹം, ഈ രണ്ട് പ്രധാന ഖണ്ഡികകളിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ഈശോയുടെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച്, അത് ഈശോ സഭയിലുണ്ടായ പാരമ്പര്യം, ഈശോ സഭാ ചരിത്രത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിക്കുള്ള പ്രാധാന്യം, വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ആത്മീയ അഭ്യാസങ്ങൾ മുതലായ ആധുനിക കാലഘട്ടത്തിലെ മാർപ്പാപ്പമാരുടെ കാഴ്ചപ്പാടുകൾ വരെ വിശുദ്ധീകരിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഖണ്ഡികയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുക. 143 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആത്മീയ അഭ്യാസത്തിൽ തിരുഹൃദയ ഭക്തിയുടെ സംയോജനം. വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിൻ്റെ ആത്മീയ ദർശനങ്ങളെ വിശുദ്ധ ക്ലൗദേ ദീല കൊളംബിയൻ എങ്ങനെയാണ് തൻ്റെ ആത്മീയ അഭ്യാസങ്ങളുമായി ബന്ധപ്പെടുത്തിയതെന്നാണ് ഇവിടെ പറയുക. മുന്നോട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈശോ സഭ പാരമ്പര്യത്തിൽ കാണുന്ന കാര്യം തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു ആമുഖം ഇവിടെ പറയുകയാണ്. ഈശോ സഭയുടെ ചരിത്രത്തിൽ തിരുഹൃദയ ഭക്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ എന്ന് ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ കാണാൻ പോകുകയാണ്. അക്കാര്യമാണ് 143 ഖണ്ഡികയിലൊരു പ്രമേയം എന്ന നിലയിൽ, ഒരു ആമുഖം എന്ന നിലയിലാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുക. 144 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇഗ്നേഷ്യൻസ് ആത്മീയതയും ക്രിസ്തുവിൻ്റെ ഹൃദയവും. ഈശോസഭ എപ്പോഴും കർത്താവിനെ കൂടുതൽ പൂർണ്ണമായി സ്നേഹിക്കുന്നതിനും പിന്തുടരുന്നതിനും അവിടത്തെക്കുറിച്ചുള്ള ആന്തരിക അറിവ് ഇവ സമ്പാദിക്കുന്നതിനും പ്രത്യേകമായിട്ട് ഈശോസഭ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് തൻ്റെ ആത്മീയ അഭ്യാസനങ്ങളിൽ ഈശോയുടെ വിലാപ്പുറം കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടവനെക്കുറിച്ച് ധ്യാനിക്കുക നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വിലാപ്പുറം കുത്തി മുറിവേൽപ്പിക്കപ്പെടുകയും അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകുകയും ചെയ്തുവെന്ന സുവിശേഷ വാക്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ടാണ് ആത്മീയ അഭ്യാസനങ്ങളിലൂടെ വിശുദ്ധ ഇഗ്നേഷ്യസ് പഠിപ്പിക്കുന്നത്. ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ, ആ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിന് കുത്തി മുറിവേൽപ്പിക്കട്ടെ ഹൃദയത്തിന് മുമ്പിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാനാണ്. ഈ വിലാപ്പുറം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തെയാണ് സൂചിപ്പിക്കുക. ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാൻ സാധിക്കുമെന്ന് ഇഗ്നേഷ്യസ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മുറിവുകളിലേക്ക്, ഈശോയുടെ മുറിവുകളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത്. വിശുദ്ധ പീറ്റർ ഫെബറും കർദിനാൾ ഗാസ്പരോ കൊണ്ടരാനിയും വിശുദ്ധ ഇഗ്നേഷ്യസിനെ സ്നേഹത്തിൻ്റെ ഗുരുവായിട്ട് കാണുകയാണ്. ഇഗ്നേഷ്യസ് സംവാദങ്ങളെ ഹൃദയ പരിശീലനത്തിനുള്ള പ്രധാന കാര്യമായിട്ട് കണക്കാക്കുകയാണ്. അതായത് ഈ സംവാദം എന്ന് പറഞ്ഞത് നമുക്ക് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞത് കരുതുന്നുണ്ട് വിചാരിക്കുന്നു. ഇഗ്നേഷ്യസിൻ്റെ ഒരു ആത്മീയ അഭ്യാസം എന്താണെന്ന് പറയുന്നത്, ഒരു വചനം വായിച്ചതിന് ശേഷം ആ വചനത്തെക്കുറിച്ച് ഹൃദയത്തിലെ സംവാദങ്ങൾ നടക്കുകയാണ്. അതെങ്ങനെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ആ വചനത്തെ അനുദിനം ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഹൃദയത്തോട് സംവാദനം നടത്തി ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ സംവാദങ്ങൾ ഹൃദയ പരിശീലനത്തിനുള്ള പ്രധാന കാര്യമായിട്ട് കണക്കാക്കുകയാണ്. കാരണം ഈ സംവാദങ്ങളിലൂടെ നാം ഹൃദയം കൊണ്ട് സുവിശേഷ സന്തോഷം അനുഭവിക്കുകയും കർത്താവുമായി സംവദിക്കുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇഗ്നേഷ്യസിൻ്റെ ഈ ഒരു ആത്മീയ അഭ്യാസനം എന്ന് പറഞ്ഞല്ലോ, വചനമെടുക്കുക, വചനത്തെക്കുറിച്ച്
ചോദ്യങ്ങൾ ചോദിച്ച്, ഹൃദയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തുകയാണ്. അങ്ങനെ ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന വഴിയായിട്ട് ഒരു സുവിശേഷ സന്ദേശം അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു, കർത്താവുമായി സംസാരിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് ഹൃദയവും തമ്മിലുള്ള സംഭാഷണമാണ്. ഫാദർ ജുവാൻ അൽഫോൻസോ ഡി പോളാൻകോ എന്ന് പറയുന്ന വിശുദ്ധൻ എന്ന വൈദികൻ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ജീവചരിത്രത്തിൽ ഇതേ പ്രയോഗം ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഫാദർ ഇഗ്നേഷ്യസിൽ താൻ സ്നേഹത്തിൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടിയതായിട്ട് അദ്ദേഹം പറഞ്ഞുവെന്ന് സൂചിപ്പിക്കുകയാണ്. ഹൃദയത്തിൻ്റെ പരിശീലനത്തിനുള്ള പ്രധാന കാര്യമായിട്ടാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് സംവാദങ്ങളെ നിർദ്ദേശിക്കുന്നത് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്നാരും സംവാദങ്ങൾക്ക് താല്പര്യപ്പെടുന്നില്ല. പക്ഷേ സംവാദങ്ങൾ എപ്പോഴും പരസ്പരമുള്ള ചർച്ചകളും സംഭാഷണവും വഴി ഹൃദയത്തെ പരസ്പരം പരിശീലിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഇഗ്നേഷ്യസ് വീണ്ടും പറയുന്നത്. ഇഗ്നേഷ്യസ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഹൃദയത്തോട് സംസാരിക്കുന്ന ആ ഒരു വലിയ സംവാദത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുന്നുണ്ട്. അതാണ് ഇഗ്നേഷ്യസൻ ആത്മീയത എന്ന് പറയുന്നത്. അതുവഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇഗ്നേഷ്യസ് പറയുകയാണ്, ഇന്നാരും സംവാദങ്ങൾക്കൊന്നും താല്പര്യപ്പെടുന്നില്ല. കാരണം ഹൃദയത്തോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം കൂടി പറയുന്നുണ്ട്. അങ്ങനെ കാര്യം ചെയ്യണമെങ്കിൽ ഹൃദയം കൊണ്ടൊരു സുവിശേഷ സന്തോഷം നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും കർത്താവിനായി അതിനെക്കുറിച്ച് സങ്കല്പിക്കുകയും ചെയ്യണം. നമ്മളെ തന്നെ സമർപ്പിക്കണം. അതിന് കുറേ സമയമെടുക്കും. ഒരു സമർപ്പണം അവിടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഹൃദയ സംവാദത്തിലേക്ക് പലരും പോകാത്തതിന് കാരണമെന്നുകൂടി ഇഗ്നേഷ്യസ് പറയുകയാണ്. 3-4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സുവിശേഷ സന്ദേശം നാം ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, കർത്താവുമായി അതിനെക്കുറിച്ച് സല്ലപിക്കുന്നു. ഇങ്ങനെ ഒരു സംവാദം നടത്തുമ്പോൾ ഈശോയുടെ സുവിശേഷത്തിൻ്റെ സന്ദേശത്തെ നമ്മൾ ഹൃദയം കൊണ്ട് അനുഭവിക്കും, അത് ആസ്വദിക്കും, കർത്താവുമായിട്ട് ഒരു സല്ലപിക്കൽ നടക്കുകയാണ്, അല്ലെങ്കിൽ സ്നേഹ സംഭാഷണം നടക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ ആശങ്കകൾ കർത്താവുമായി പങ്കുവയ്ക്കാനും അവിടുത്തെ ഉപദേശങ്ങൾ തേടാനും കഴിയുമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗമായിട്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ആത്മീയതയിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് സുവിശേഷ സന്ദേശങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു, ആസ്വദിക്കാൻ സാധിക്കുന്നു, കർത്താവുമായിട്ടുള്ള നല്ലൊരു സ്നേഹ സംഭാഷണത്തിൽ, സ്നേഹ സല്ലാപത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. അതിനപ്പുറം നമ്മുടെ ആശങ്കകൾ കർത്താവുമായിട്ട് പങ്കുവയ്ക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ അതിനുള്ള ഉപദേശങ്ങൾ ഈശോയിൽ തന്നെ തേടാനും സാധിക്കുമെന്നാണ് ഇഗ്നേഷ്യസ് പറയുക. ഇവിടെ ഇഗ്നേഷ്യസ് ഉദ്ദേശിച്ചിരിക്കുന്ന സംവാദം സത്യം പറഞ്ഞാൽ ഈശോയുമായുള്ള സംവാദം തന്നെയാണ്. അല്ലാതെ ഈ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള സംവാദത്തെക്കുറിച്ചല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ഈശോ സഭയിലുള്ള വൈദികർ തമ്മിലുള്ളൊരു സംഭാഷണമല്ല, അല്ലെങ്കിൽ സംവാദമല്ല. ഇത് ഈശോയുമായിട്ടുള്ള സംവാദമാണ്. നമ്മുടെ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഇഗ്നേഷ്യസ് മെത്തേഡ് പറഞ്ഞിരുന്നല്ലോ. വചനം വായിച്ച് മനസ്സിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി ഒരു പരിവർത്തനത്തിൻ്റെ ശൈലിയിൽ പോകുന്ന ഒരു മെത്തേഡ്. അതിനെയാണ് ഈ സംവാദം എന്നുകൊണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് പ്രത്യേകമായിട്ട് പറയുക, സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം അതാണ്. അങ്ങനെ ഈ പങ്കുവയ്ക്കൽ നടക്കുമ്പോൾ നമ്മൾ വിശുദ്ധമായ വഴി, സ്നേഹത്തിൻ്റെ വഴി അഭ്യസിക്കും. അതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുക. ഈശോയുമായുള്ള സ്നേഹ സംഭാഷണം നടത്തുമ്പോൾ കൂടുതൽ സംസാരിക്കുമ്പോൾ സ്നേഹം കൂടുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്നേഹം കൂടുതലുള്ളവരോട് കൂടുതൽ സംസാരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈശോയോട് കൂടുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും ചോദിച്ച് വരുമ്പോൾ നമ്മൾ പരിവർത്തനമുണ്ടാകും. ഒരു സ്നേഹത്തിൻ്റെ വഴി പുതിയത് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ അഭ്യാസനം പിന്തുടരുന്ന ആർക്കും ഹൃദയവും തമ്മിലുള്ള സംവാദം എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സമ്പാദിക്കുന്നത് എൻ്റെ ഹൃദയവും ഈശോയുടെ തിരുഹൃദയവുമായിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു ഇഗ്നേഷ്യസൻ ആത്മീയതയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ 144-ാമത്തെ ഖണ്ഡികയിൽ കണ്ടത്. അതായത് ഇഗ്നേഷ്യസൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വചനം ധ്യാനിച്ച് ചിന്തിച്ച് ഈശോയുമായ സംവാദത്തിൽ ഏർപ്പെട്ട് നമ്മുടെ സങ്കടങ്ങളും ആകുലതകളും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു.
ഈശോയുമായിട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അതുവഴിയായിട്ട് നമ്മളിലൊരു ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മിൽ രൂപപ്പെടാനായിട്ട് സാധിക്കുന്നു. ഇതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് അൽമേദയിലൂടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുമെന്ന് പറയുന്നതിൻ്റെ കാരണം. എന്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ഇഗ്നേഷ്യസ് ആത്മീയത ഒക്കെ എടുക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈശോ സഭയുടെ ആത്മീയത എടുക്കുന്നതെന്ന കാര്യം നമുക്കറിയാം. പരിശുദ്ധ പിതാവ് ഒരു ഈശോ സഭാ വൈദികനായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് താൻ പരിശീലിച്ച് വന്ന ആ സഭയിലെ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയെ മനുഷ്യകുലത്തിലേക്ക് മുഴുവൻ നൽകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുക. അങ്ങനെ ഇഗ്നേഷ്യൻ ആത്മീയത നമുക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ. 145-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹം നേടാനുള്ള ധ്യാനത്തെക്കുറിച്ചാണ് അവിടെ പറയുക. വിശുദ്ധ ഇഗ്നേഷ്യസ് തൻ്റെ ധ്യാനങ്ങളെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. കുരിശ് തറയ്ക്കപ്പെട്ട കർത്താവിനോട് ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോടെന്ന പോലെ, അല്ലെങ്കിൽ ഒരു ദാസൻ തൻ്റെ യജമാനനോടെന്ന പോലെ താൻ അവിടത്തേക്കായി എന്തു ചെയ്യണമെന്ന് ചോദിക്കാനാണ് അദ്ദേഹം ധ്യാനിക്കുന്നവരെ ക്ഷണിക്കുക. കുരിശിൻ്റെ ചുവട്ടിൽ ഒരു പുതിയ ക്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വെച്ചാണല്ലോ നമുക്ക് വേണ്ടി ഈശോയുടെ ഹൃദയം കുന്തത്താൽ തുറക്കപ്പെടുക. അങ്ങനെ ആ കുരിശിൽ തറയ്ക്കപ്പെട്ട നമുക്ക് വേണ്ടി ആ കുരിശിൽ വെച്ച് തിരുഹൃദയം തുറക്കപ്പെട്ട ആ കർത്താവിനോട് ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കാനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ ഹൃദയ സംവാദത്തെക്കുറിച്ച് മുമ്പത്തെ ഖണ്ഡികയിൽ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് ഒരു സ്നേഹിതനോട് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ദാസൻ യജമാനോട് ചോദിക്കുന്നത് പോലെ, ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു ചോദ്യം ചോദിക്കാനായിട്ടാണ് ഈശോയുടെ തിരുഹൃദയത്തോട് ചോദിക്കാനായിട്ടാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ആവശ്യപ്പെടുക. ഈ ആത്മീയ അഭ്യാസനം സ്നേഹം നേടാനുള്ള ധ്യാനത്തിലാണ് അവസാനിക്കുക. ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാനും അത് നേടിയെടുക്കാനായിട്ടും പരിശ്രമിക്കുക ചെയ്യുക. നമുക്ക് തന്നെ അറിയാം, സാധാരണ ഈശോയുടെ പ്രത്യേകിച്ച് രോഗികളെ സൗഖ്യപ്പെടുന്ന സമയത്ത് ഞാൻ കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അവിടെ തന്നെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ്. ഈ ചോദ്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ സ്നേഹിതനോട് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദാസൻ യജമാനോട് ചോദിക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാവമുണ്ട്. അങ്ങനെ സ്നേഹം നേടാനുള്ള ധ്യാനത്തിലാണ് ഈ ചോദ്യങ്ങൾ, ഈ സംവാദങ്ങൾ എത്തി നിൽക്കേണ്ടത്. എല്ലാ നന്മകളുടെയും ഉറവിടമായ ഈശോയുടെ ഹൃദയത്തിന് മുമ്പിൽ നമ്മുടെ ഓർമ്മ, ബുദ്ധി, മനസ്സ് എന്നിവയെ സമർപ്പിക്കുവാനും കൃതജ്ഞത അർപ്പിക്കുന്നതിനും കാരണമായി തീരും. അപ്പോൾ ഈ ഒരു സ്നേഹ സംവാദം നടക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഉറവിടമായ ഈശോയുടെ ഹൃദയത്തിന് മുമ്പിൽ നമുക്ക് നമ്മുടെ ചിന്തകളെയും ഓർമ്മകളെയും ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ പരിപൂർണമായി സമർപ്പിച്ച് നന്ദി പറയാനായിട്ട് സാധിക്കും. ഇത് മനുഷ്യ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടല്ല, ദൈവത്തിൽ നിന്നുള്ളൊരു ദാനമായിട്ടാണ് കാണുക. ഈ ധ്യാനത്തിൽ ആഴപ്പെടാൻ സാധിക്കുന്നത് നമ്മുടെ കഠിന പ്രയത്നം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അതുകൊണ്ട് വിശുദ്ധ കൊച്ചറേസ്യയൊക്കെ പറയുന്നത് പോലെ ഇത് പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഈശോയോട് സംവാദം ചെയ്യാനായിട്ട്, ഈ ഹൃദയം കൊണ്ട് സംവാദം ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അതിൻ്റെ കൃപയ്ക്കായിട്ട് യാചിക്കുക. അത് പരിപൂർണമായ ദൈവത്തെ തന്നെ ആശ്രയിക്കുക. കാരണം ഇത് മനുഷ്യൻ്റെ പ്രയത്ന ഫലമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ളൊരു ദാനമായതുകൊണ്ടാണ്. 146-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ സഭയിൽ തിരുഹൃദയ ഭക്തിയുടെ വളർച്ചയെക്കുറിച്ചാണ് പ്രധാനമായും ഈ ഖണ്ഡികയിൽ പറയുക. ഈശോ സഭയുടെ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ വെച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സഭാധികാരികൾ, സൊസൈറ്റിയിലെ അംഗങ്ങൾ, എൻ്റെ സുപ്പീരിയേഴ്സ് എല്ലാം കൂടി തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് നടത്തുന്ന ഒരു ചർച്ചയും, അങ്ങനെ തിരുഹൃദയ ഭക്തിയുടെ ഈശോ സഭയെ തിരുഹൃദയ ഭക്തിക്ക് സമർപ്പിക്കുന്നതുമൊക്കെ കാര്യങ്ങളാണ് ഈ ഖണ്ഡികയിൽ പ്രധാനമായി നമ്മൾ കാണുക. ഈശോ സഭയിലെ നിരവധി വൈദികർ, അവരുടെ പേരുകൾ: വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ, വിശുദ്ധ പീറ്റർ ഫേബർ, വിശുദ്ധ അൽഫോൻസസ് റോഡിഗസ്,
ഫാദർ അൽവാരസ് ഡിപ്പാസ്, ഫാദർ വിൻസെൻ്റ് കരാഫ, ഫാദർ കാസ്പർ ഡ്രുബിക്കി എന്നിവരുൾപ്പെടെ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നിസ്സംശയം സംസാരിക്കുന്നത് ഈ തിരുഹൃദയഭക്തിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, ഈ തിരുഹൃദയഭക്തി അഭ്യസിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതല തികഞ്ഞ സന്തോഷത്തോടും നന്ദിയോടും കൂടി ഈശോ സഭ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ആ വലിയൊരു ദൗത്യം ഇവർ ഏറ്റെടുക്കുകയാണ്. 1883 ഈശോ സഭ ഒന്നാകെ ഈ ഒരു ചുമതല സ്നേഹപൂർവ്വം അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ 1883 ഈശോ സഭ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി അഭ്യസിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും ഏൽപ്പിച്ച ഏറ്റവും വലിയ സന്തോഷം അത് സ്വീകരിക്കുന്നു എന്ന് ഈ ഒരു സംവിധാനം, ഈ ഒരു അധികാരികൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് 1883. അങ്ങനെ ഈശോ സഭയിൽ അന്ന് മുതൽ ഈ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനായിട്ടുള്ള വലിയൊരു ദൗത്യം, അഭിമാനമായൊരു ദൗത്യം ഇവർ ഏറ്റെടുക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ 1871 സെപ്റ്റംബർ മാസത്തിൽ ഫാദർ പീറ്റർ ജാൻ ബെക്സ് ഈ ഈശോ സഭയെ അല്ലെങ്കിൽ സൊസൈറ്റിയെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചു. 1972 ഫാദർ അരൂപെ ഈ സമർപ്പണം പുതുക്കുകയും തിരുഹൃദയഭക്തി ഇഗ്നേഷ്യൻ ആത്മീയതയുടെ ഏറ്റവും ആഴമേറിയതും ഫലപ്രദവുമായ ഭാഗമാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് നിശബ്ദമായിരിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ ഈ സൊസൈറ്റിയോട്, അതായത് ഈശോ സഭയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇഗ്നേഷ്യൻ ആത്മീയതയിൽ ഏറ്റവും ആഴമേറിയതും അസാധാരണമാംവിധം ഫലപ്രാപ്തിയുള്ളതും പ്രതീക്ഷയ്ക്കപ്പുറം അതിൻ്റെ പൂർണ്ണതയുടെയും അപ്പസ്തോലിക ഫലപ്രാപ്തിയുടെയും കാര്യത്തിൽ പ്രതീകാത്മക ആവിഷ്കാരം തുടങ്ങിയതുമാണെന്ന്, അത് തുടങ്ങിയത് അത്രമാത്രം ആഴമേറിയ പൂർണ്ണതയുള്ള അപ്പസ്തോലിക ഫലപ്രാപ്തിയുള്ള ഒരു കാര്യമാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹമെന്ന്, അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയെന്ന് തനിക്ക് നോവിഷ്യറ്റ് കാലം മുതലേ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഫാദർ അരൂപെ പറയുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ 1972 ഈ തിരുഹൃദയഭക്തിയെ പുതുക്കുന്നത്. 1871 ഫാദർ പീറ്റർ ജാൻ ബെക്സ് സൊസൈറ്റിയെ സമർപ്പിച്ചു. ആ സമർപ്പണം 1972 ഫാദർ അരൂപെ പുതുക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ കേട്ടത്, ഈ ഇഗ്നേഷ്യൻ ആത്മീയതയിൽ ഏറ്റവും ആഴമേറിയതും അസാധാരണവിധം ഫലപ്രാപ്തിയുള്ളതും പ്രതീക്ഷയ്ക്കപ്പുറം അതിൻ്റെ പൂർണ്ണതയുടെയും അപ്പസ്തോലിക ഫലപ്രാപ്തിയുള്ളതാണെന്ന് തൻ്റെ നോവിഷ്യറ്റ് കാലം മുതൽ തന്നെ തനിക്ക് ബോധ്യമായ കാര്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ബോധ്യമായ തൻ്റെ സന്യസ്ത പരിശീലനത്തിൻ്റെ, വൈദിക പരിശീലനത്തിൻ്റെ ആരംഭകാലം മുതലേ എനിക്കിത് ബോധ്യപ്പെട്ടതായിരുന്നു എന്ന് പറയുകയാണ്. ഈ ഭക്തിയിൽ എൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ ഏറ്റവും ആഴമേറിയ സ്രോതസ്സ് ഞാൻ കണ്ടുമുട്ടുന്നു എന്നാണ് ഫാദർ അരൂപെ പറയുക. അത്രമാത്രം ഒരു ആഴമേറിയ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ ഫാദർ അരൂപെ വളർന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ടീം എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന്, സൊസൈറ്റിയിലെ അധികാരികളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കാനായിട്ടുള്ള ചുമതല ഏറ്റെടുക്കുന്നത്. അത്രമാത്രം ആഴമേറിയ ബോധ്യം നോവിഷ്യറ്റ് മുതൽ ലഭിച്ചതുകൊണ്ട് ആ വലിയൊരു സത്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. തൻ്റെ നോവിഷ്യറ്റ് കാലം മുതൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു തിരിച്ചറിവാണ്, ബോധ്യമാണ് എന്ന് ഫാദർ അരൂപെ പറയുമ്പോൾ, ഇവിടെ ഈശോയുടെ
തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ എത്രമാത്രം ആഴപ്പെട്ടാണ് ഈശോ സഭ നിന്നിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂഷിറ്റിലായിരിക്കുന്ന ഒരു ക്യാൻഡിഡേറ്റ്സിന് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഭക്തി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ സഭയിൽ അത്രമാത്രം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി നിറഞ്ഞിരുന്നു, പരിശീലിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈശോ സഭയിൽ തിരുഹൃദയ ഭക്തിയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1883 ആരംഭിച്ച് ആ ഒരു ചുമതല ഏറ്റെടുത്ത അധികാരികളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ഈശോയുടെ കൃപയാൽ ഒരു ഏറ്റെടുക്കുന്ന ഒരു ചുമതലയും, അത് 871 ഈശോ സഭ ഈ ഒരു ഈശോയുടെ ഹൃദയത്തിന് ഈശോ സഭയെ സമർപ്പിക്കുന്നതും, അതുപോലെ 72 മുതൽ മുന്നോട്ട് അവർ ആ വലിയൊരു ആഴമേറിയ ആത്മീയതയിൽ, ഇഗ്നേഷ്യൻ ആത്മീയതയിൽ ആഴമേറിയൊരു ജീവിതം നയിക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ 146-ാമത്തെ ഖണ്ഡികയിൽ കണ്ടത്. ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്, എങ്ങനെയാണ് ആഴപ്പെട്ടതെന്നാണ് കാണുക. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ഭക്തിയിൽ കൂടുതൽ വളർന്നിരുന്ന ഇഗ്നേഷ്യൻ ആത്മീയതയും തമ്മിലുള്ള ഒരു ആഴമായ ബന്ധം തിരിച്ചറിയുകയാണ്. ഈ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുവാൻ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധൻ ഈശോ സഭയിലെ എല്ലാ അംഗങ്ങളോടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുക. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈശോ സഭയിലെ എല്ലാ വൈദികരെയും ഈ തിരുഹൃദയ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവരോട് എല്ലാ അംഗങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. പറയുന്ന കാര്യം ഇതാണ്: കർത്താവിനെ അടുത്തറിയാനും അവിടുത്തെ ഹൃദയവുമായി സംവാദിക്കാനുമുള്ള ആഗ്രഹം ഇഗ്നേഷ്യൻ ആത്മീയതയുടെയും അപ്പസ്തോലിക ചൈതന്യത്തിൻ്റെയും പ്രത്യേകതയാണ്. ഈ ചൈതന്യം പൂർണ്ണമായും തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിനുള്ള ശുശ്രൂഷയാണ് എന്ന് മാർപ്പാപ്പ അവരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അവർക്ക് വലിയൊരു പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഇഗ്നേഷ്യൻ ആത്മീയത ഒരു അപ്പസ്തോലിക ചൈതന്യമുള്ളൊരു പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിനെ അടുത്തറിയാനും അവിടുന്ന് ഹൃദയവും തമ്മിൽ എന്ന പോലെ സംവാദം നടത്താനുമുള്ള ആഗ്രഹം, ഹൃദയവും തമ്മിൽ എന്ന പോലെ സംവാദം നടത്താനുള്ള ആഗ്രഹം ആത്മീയമായും അപ്പസ്തോലിക ചൈതന്യത്തിൻ്റെയും പ്രത്യേകതയാണ്. ഇതിന് ഈ ആത്മീയ അഭ്യാസനങ്ങൾക്കാണ് നന്ദി പറയേണ്ടത് എന്നാണ് പറയുക. ഇഗ്നേഷ്യൻ ആത്മീയത നമുക്കറിയാം, സംവാദത്തിലൂടെയാണ്. ഹൃദയവും തമ്മിലുള്ള ഒരു സംവാദമാണ്. ആ സംവാദത്തിന് നന്ദി പറയണമെന്ന് പറയുകയാണ്. കാരണം അവിടെ ആത്മീയതയുണ്ട്, അപ്പസ്തോലിക ചൈതന്യമുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു സംവാദമാണ് അവിടെ നടക്കുക. ഈ ചൈതന്യം പൂർണ്ണമായും തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിനുള്ള ശുശ്രൂഷയാണ് എന്നാണ് പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്. ഇത് ഈശോയുടെ തിരുഹൃദയത്തിനുള്ള സ്നേഹപൂർവമായ ശുശ്രൂഷയാണ് ഈ തിരുഹൃദയ ഭക്തിയിൽ അവരെ വളർത്തുക എന്നുള്ളത്. ചൈതന്യം തന്നെ ഈശോ സഭയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിനുള്ളൊരു ശുശ്രൂഷയായിട്ടാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിന് ഒരു ശുശ്രൂഷയായിട്ട് എല്ലാ അംഗങ്ങളും, ഈശോ സഭയിലെ എല്ലാ അംഗങ്ങളും ഈ ഇഗ്നേഷ്യൻ ആത്മീയതയുടെ ആ ഒരു ഹൃദയത്തോട് സംവാദിക്കുന്ന ആ ഒരു ചൈതന്യത്തോടെ, ആത്മീയതയോടെ ഈശോയുടെ തിരുഹൃദയ ഭക്തി വളർത്തിക്കൊണ്ട് വരണമെന്ന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അവരോട് ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ തിരുഹൃദയ ഭക്തിയെ വീണ്ടും ലോകം മുഴുവൻ എമ്പാടും വർദ്ധമാനമാക്കുവാൻ വേണ്ടി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ എടുത്ത കാര്യങ്ങളും ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമാണ് ഇവിടെ നമ്മൾ ലഘുവായിട്ട് കാണുന്നത്. 148-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആന്തരിക ജീവിതത്തിൻ്റെ സമൃദ്ധമായ പ്രവാഹം. ഇവിടെ ഓരോ വിശുദ്ധരും ഈശോയുടെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള അവരുടെ ആത്മീയ യാത്രയിലെ വ്യത്യസ്തമായ കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ നമ്മളിവിടെ കാണുക. 148-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ
എൻ്റെ ആത്മീയമായ ജീവിതശൈലിയിൽ തിരുഹൃദയത്തിന് കൊടുത്ത ഭക്തിയെക്കുറിച്ചാണ് പറയുക. ദൈവം നമ്മുടെ ഹൃദയമാണ് തേടുന്നത്. ഹൃദയം എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമാണ്. ഒരു മനുഷ്യൻ ദാനം ചെയ്യുമ്പോൾ സമ്പത്തില്ലാത്തവൻ കൂടുതൽ സ്നേഹത്തോടെ അത് ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെന്തോ അതാണ് ചെയ്യുന്നതെന്ന് വിശുദ്ധൻ പറയുകയാണ്. ഹൃദയത്തോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ വിശുദ്ധൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രം ഹൃദയമാണ് എന്ന് വിശുദ്ധ വിൻസെൻ്റ് പോൾ പറയുന്നു. ഒരു മനുഷ്യൻ ദാനം ചെയ്യുന്നു, അതുപോലെ ഇല്ലാത്തവൻ കൂടുതൽ സ്നേഹത്തോടെ അത് ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെന്തോ അതാണ് അവൻ ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? തനിക്കുള്ളതുകൂടി കൊടുക്കാനായിട്ട് പറയുന്ന ഈശോയുടെ സ്നേഹം. സമ്പത്തുള്ള ധനികനായ എന്നോട് പറയുന്നത് എനിക്കുള്ളതെല്ലാം വിറ്റിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നില്ലേ? അതാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്തോ അതാണ് അവൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ഒരാളുടെ ഹൃദയവുമായി ഐക്യപ്പെടാൻ അനുവദിക്കുന്നുവെന്നാണ് വിശുദ്ധൻ പറയുക. കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ഐക്യപ്പെടുന്നൊരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാത്ത അനുഗ്രഹങ്ങളില്ല എന്ന് വിശുദ്ധ വിൻസെൻ്റ് പോൾ പറയുകയാണ്. അത് പറയുന്നത് തൻ്റെ ഉപബിയുടെ സഹോദരിമാരോടാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ഐക്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ഐക്യപ്പെട്ട അവസ്ഥയിൽ പരമാവധി തിരുഹൃദയത്തോട് ചേർന്ന് വയ്ക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പരിശ്രമിക്കണമെന്ന് ഈ ഉപബയുടെ സഹോദരിമാരോട് ഈ വിശുദ്ധ വിൻസെൻ്റ് പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാര്യമാണ് നമ്മൾ ഈ 148 ഖണ്ഡികയിൽ കണ്ടത്. 149 ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഈ രഹസ്യം, അതായത് ഈശോയുടെ തിരുഹൃദയ രഹസ്യം ഒരു പഴയകാല തിരുശിഷ്യപ്പായി നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ഈശോയുടെ വിലാപ്പുറം കുന്തത്താൽ തുളയ്ക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് സ്നേഹിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഒരു വിശുദ്ധ മിഷണറി പറയുന്നു. കാരണം സഭയുടെ കൂദാശകൾ ആ തിരുമുറിവിൽ നിന്നാണ് പുറപ്പെട്ടത്. ഇനി മുന്നോട്ടുള്ള സമയങ്ങൾ നമ്മൾ സമീപകാല വിശുദ്ധരെക്കുറിച്ച് കൂടി വെച്ചുകൊണ്ട് ഈശോ തിരുഹൃദയത്തെക്കുറിച്ച് പറയുകയാണ്. സമീപകാല വിശുദ്ധരായ പിയത്രാൽചീനയിലെ വിശുദ്ധ പിയൂസ്, കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ എന്നിങ്ങനെ പല വിശുദ്ധരും ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് ആഴമായ ഭക്തി പുലർത്തിയിരുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഈശോയുടെ ദൈവകരുണയെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ തിരുഹൃദയം തേടുന്ന ആ വലിയ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിനി കാണാനായിട്ട് പോവുക. വിശുദ്ധ ഫൗസ്തീന കോവാൾസ്കയുടെ അനുഭവങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അവർ ഉദ്ധിതനായ കർത്താവിൻ്റെ മഹത്തായ ജീവിതത്തെയും ദൈവകരുണയെക്കുറിച്ചും ഊന്നി പറയുന്നുണ്ട്. ഉദ്ധിതനായ കർത്താവിനെക്കുറിച്ച് എൻ്റെ കരുണ മഹത്തായ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ്. ഉദ്ധിതനായ ഈശോയുടെ മുറിവുകളെക്കുറിച്ച് കാണുന്നുണ്ട്. അത് രൂപാന്തരീകരിക്കപ്പെട്ട മുറിവുകൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഉദ്ധിതനായ കർത്താവിൻ്റെ മഹത്തായ ജീവിതം, ദൈവകരുണ എന്നിവയെക്കുറിച്ചൊക്കെ വിശുദ്ധ ഫൗസ്തീന പറയുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞ കാര്യം നമ്മൾ മുന്നോട്ട് കണ്ടിരുന്നു. അതുപോലെ വിശുദ്ധ മാർപ്പാപ്പയുടെയും ഫൗസ്തീനയുടെയും വിശുദ്ധ സെബാസ്റ്റ്യൻ പെൽസ്കാറിൻ്റെയും പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ദൈവകരുണയെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകളെ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുമായി ബന്ധപ്പെടുത്തിയെടുത്തത്. ഈ വിശുദ്ധരുടെയൊക്കെ ചിന്തകൾ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെയും വിശുദ്ധ ഫൗസ്തീനയുടെയും വിശുദ്ധ സെബാസ്റ്റ്യൻ പെൽസ്കാറിൻ്റെയും ഒക്കെ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകരുണയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അതിൻ്റെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയ ഭക്തിയുമായി ബന്ധപ്പെടുത്തിയെടുക്കുകയാണ് പരിശുദ്ധ പിതാവ് ഇവിടെ ചെയ്യുക. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് തിരിയുമ്പോൾ
ദൈവത്തിൻ്റെ കരുണയെ ആദരിക്കുന്നതിനുള്ള സവിശേഷമായ മാർഗം സഭ കാണിക്കുന്നുവെന്നും ഹൃദയത്തിൻ്റെ നിഗൂഢതയിൽ ക്രിസ്തുവിനോട് അടുക്കുന്നതിലൂടെ നാം പിതാവിൻ്റെ കരുണയുള്ള സ്നേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കരുണയെ ആദരിക്കുന്ന ഒരു സവിശേഷമായ മാർഗമാണ് സഭ കാണിച്ചു തരുന്നത്. എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക്, തിരുഹൃദയത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ. അതുപോലെ ഹൃദയത്തിൻ്റെ നിഗൂഢതയിൽ ക്രിസ്തുവിനോട് അടുക്കുന്നതിലൂടെ, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും, അതുകൊണ്ട് നിഗൂഢതയെന്ന് ഉദ്ദേശിക്കുന്ന ആഴത്തെയാണ്, ഈ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ക്രിസ്തുവിനോട് അടുക്കുന്നതിലൂടെ നാം പിതാവിൻ്റെ കരുണയുള്ള സ്നേഹത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിതാവായ ദൈവത്തിൻ്റെ കരുണയാണല്ലോ, കരുണയുടെ മുഖമായിട്ടാണല്ലോ പുത്രനായ മിശിഹ ഈ ഭൂമിയിൽ അവതാരം ചെയ്യുക. അങ്ങനെ ദൈവകരുണയുടെ വലിയ ആ സ്നേഹം അത് ക്രിസ്തുവിൻ്റെ ഈ തിരുഹൃദയഭക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നതിന് കാരണമായി തീരുമെന്ന് പറയുകയാണ്. തൻ്റെ ചെറുപ്പകാലം മുതൽ തിരുഹൃദയം തന്നോട് സംസാരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തിപരമായ രീതിയിൽ വെളിപ്പെടുത്തുകയാണ്. വളരെ ഈശോയുടെ തിരുഹൃദയം വളരെ ചെറുപ്പം മുതൽ തന്നോട് സംസാരിച്ചിരുന്നുവെന്ന്. അങ്ങനെ ഇതൊരു പഴയകാല ഭക്തിയായിട്ട് അല്ല കാണുന്നത്. പഴയകാലത്ത് ഇതുണ്ടായിരുന്നു, അതിൻ്റെ പല ഭാവങ്ങളും നമ്മൾ കണ്ടു. ഈശോ സഭാ വൈദികൻ്റെ, വിശുദ്ധ ക്ലൗദയുടെ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ, ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെയും അങ്ങനെ വിശുദ്ധ കൊസറേസ്യയിലൂടെയും ധാരാളം വിശുദ്ധരിലൂടെയും ഒക്കെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. അത് ഈശോയുടെ തിരുഹൃദയഭക്തി എന്ന് പറയുന്നത് തീരെ പഴയതല്ല, പഴയതായ ഒരു കാര്യമായിട്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കൽക്കട്ടയിലെ വിശുദ്ധ തെരേസയുടെ കാര്യവും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാര്യമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് ഇത് ഒരു പഴഞ്ചനൊരു ആത്മീയതയല്ല, ഇന്നും പുതുതായി നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ആത്മീയതയാണ്, ഭക്തിയാണ്. അത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് അറിയുന്ന കാര്യം തന്നെയാണ്. 150-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുഹൃദയ ഭക്തിയുടെ ക്രിസ്തുശാസ്ത്രപരമായ മാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇവിടെ നിരവധി സന്യാസ സ്ഥാപക പിതാക്കന്മാർ അല്ലെങ്കിൽ സ്ഥാപകർ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഖണ്ഡികയാണിത്. ഈ ഭക്തിക്ക്, അതായത് ഈശോയുടെ തിരുഹൃദയ ഭക്തിക്ക് ആഴത്തിലുള്ള ഒരു ക്രിസ്തുശാസ്ത്രപരമായ ഒരു മാനമുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. ഈ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട നിരവധി സന്യാസ സമൂഹങ്ങൾ നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങളും പഠനങ്ങളും ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ ശാശ്വതമായ പ്രാധാന്യം പ്രകടമാക്കുന്നു. അതാണ് മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ ആരംഭിച്ചിരിക്കുന്ന, സ്ഥാപിതമായിരിക്കുന്ന നിരവധി സന്യാസ സമൂഹങ്ങൾ, അവരെല്ലാം തങ്ങളുടെ സന്യാസ ജീവിതത്തിലൂടെ ഈശോയുടെ തിരുഹൃദയ ഭക്തി, അതിലൂടെ ആ തിരുഹൃദയ ഭക്തിയിൽ അധിഷ്ഠിതമായൊരു സുവിശേഷ പ്രവർത്തനങ്ങളും പഠനങ്ങളുമാണ് ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരുന്നത്. അതുവഴിയായിട്ട് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വർദ്ധമാനമായി എന്ന് പറയുകയാണ്. ഒരു സ്ഥാപകതാവായ വിശുദ്ധ ദാനിയേൽ കൊമ്പോണി ഈശോയുടെ തിരുഹൃദയ രഹസ്യത്തിൽ നിന്നാണ് തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾക്കുള്ള അല്ലെങ്കിൽ പ്രതിബദ്ധതയ്ക്കുള്ള ശക്തി കണ്ടെത്തിയതെന്ന് പറയുന്നുണ്ട്. ഈശോയുടെ അഭിലാഷങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടവർ മനുഷ്യരും ദൈവമക്കളും എന്ന നിലയിൽ അന്തസ്സോടെ വളരണമെന്നും ക്ഷമ, ദയ, നീതി, ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള ഐക്യദാർഢ്യം എന്നിവ ആവശ്യപ്പെടുന്ന സുവിശേഷത്തിൽ നിന്നാണ് തങ്ങളുടെ തുടക്കമെന്ന് അവർ പഠിപ്പിക്കുകയാണ്. സുവിശേഷ മൂല്യങ്ങളെക്കുറിച്ച് കാണുമ്പോഴതാണല്ലോ അവിടെ എല്ലാം പറയുന്നത്. മനുഷ്യൻ്റെ മൂല്യം നൽകുന്നു, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ളവർ ദൈവമക്കളെന്ന നിലയിൽ അന്തസ്സോടെ വളരണമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്നേഹവും ക്ഷമയും നീതിയും ഒക്കെ അവരിൽ ഉണ്ടാവണം. ദരിദ്രരോടും പാർശ്വവൽക്കപ്പെട്ടവരോടുമുള്ള അവർ ഐക്യദാർഢ്യം ഉണ്ടാവണം. ഇതൊക്കെയാണല്ലോ മിഷണറി പ്രവർത്തനമെന്ന് പറയുന്നത്.
എല്ലാവരെയും ദൈവമക്കളെ പോലെ കാണുവാനും ആ ദൈവമക്കളുടെ നിലയിൽ അന്തസ്സോടെ വളരണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ വൈദികരും സന്യസ്തരുമൊക്കെ ഈ മിഷണറി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക. അവിടെ ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമൊക്കെ ഐക്യദാർഢ്യം കാണിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാ? ഇതെല്ലാം സുവിശേഷത്തിൽ ക്രിസ്തു കാണിച്ചു തന്ന പാഠങ്ങളാണ്. സ്നേഹത്തിൻ്റെത്, ക്ഷമയുടേത്, നീതിയുടേത്, ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള സ്നേഹം, ഇതൊക്കെ ക്രിസ്തു കാണിച്ചു തന്ന കാര്യമാണ്. അതാണ് ഈശോയുടെ തിരുഹൃദയം തന്നെയാണല്ലോ. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ സമുന്നയമെന്നാണെന്ന് നമ്മൾ പലതവണ ആവർത്തിച്ച് പഠിച്ചതാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ സമുന്നയമെന്ന് പറയുന്നത് മിഷണറി പ്രവർത്തനമാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതൊരു പ്രേക്ഷിത പ്രവർത്തനമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ ഈ ഭൂമിയിലൂടെ മുഴുവൻ യാത്ര ചെയ്തത്, രോഗികളെ സുഖപ്പെടുത്തിയത്, ഉടന്തർക്ക് നടക്കാനുള്ള എഴുന്നേൽപ്പിച്ച് നടത്തിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, പാപികളോട് ക്ഷമിച്ചത്, വിശക്കുന്നവർക്ക് മേൽ അനുഗതം ഭക്ഷണം നൽകിയത്, ഇതെല്ലാം സുവിശേഷ പ്രകടനത്തിൻ്റെ ഭാഗമാണല്ലോ. അതായത് സ്നേഹവും നീതിയും ദരിദ്രപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഒരു കരുതൽ, കാരുണ്യം, ഇതൊക്കെയാണ് മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ വിശുദ്ധ ദാനിയേൽ പറയുന്നതനുസരിച്ച് ഈ ഈശോയുടെ തിരുഹൃദയ രഹസ്യത്തിൽ നിന്നാണ് തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിബദ്ധതയുടെ ശക്തി ലഭിച്ചതെന്നാണ് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട നിരവധി ആരാധനാലയങ്ങൾ നമുക്കറിയാം. അത് പ്രാർത്ഥനയുടെയും ആത്മീയ ഉണർവിൻ്റെയും ഒക്കെ ഉറവിടമായി തുടരുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ ധാരാളമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഇടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും തൻ്റെ പിതൃതുല്യമായ അനുഗ്രഹം നേരുകയാണ്. അതായത് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ധാരാളം സന്യാസ ഭവനങ്ങൾ, ധാരാളം അതിനുള്ള സ്ഥാപകപിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതായത് മിഷണറി പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ശക്തി നൽകുന്നത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയാണെന്ന് പറയുകയാണ്. അങ്ങനെയുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പിതൃതുല്യമായ അനുഗ്രഹം നൽകിക്കൊണ്ടാണ് ഈ ഖണ്ഡിക ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും ആ തിരുഹൃദയ ഭക്തിയിൽ നിന്നും ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് വളരുവാനായിട്ട് കൂടുതൽ പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഇനി നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് പ്രവേശിക്കാം.